ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ 2025 വേണ്ടിയിട്ടുള്ള ബുള്ളറ്റ് ജേർണലിൻ്റെ സെറ്റപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ജേർണൽ ബുക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇത് A4 സൈസിൽ വരുന്ന ഗ്രിഡ് നോട്ട് ബുക്കാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള നോട്ട് ബുക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ സൈസ് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സൈസ് A4 എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ ഞാൻ ഇതിലാണ് ഈ പ്രാവശ്യത്തെ എൻ്റെ ബുള്ളറ്റ് ജേർണൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിൻ്റെ കവർ പേജ് സെറ്റ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കവർ പേജ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഓഫ് വൈറ്റ് പേപ്പറിൻ്റെ പീസ് ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു വെല്ലം പേപ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതുപോലത്തെ ഒരു ക്യാരക്ടറിൻ്റെ ഫോട്ടോ, പിന്നെ ഒരു ബ്രൗൺ ഗിങ്കാം പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്രെഡ് വിത്ത് ഓംലെറ്റിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റാൻഡം ക്യാരക്ടറിൻ്റെ ഒരു കുഞ്ഞു സ്റ്റിക്കറും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ബേക്കറി തീമിൽ വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് കുക്കീസ്, പിന്നെ ഇങ്ങനത്തെ ബ്രെഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു എസ്തെറ്റിക്സിന് ഭയങ്കര മാച്ചാണ്. അപ്പോൾ ഞാൻ അധികം അതൊക്കെയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അത് എനിക്ക് എൻ്റെ എല്ലാ വീഡിയോസും കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അധികമായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഇതിന് താഴെയായിട്ട് ഇതുപോലത്തെ ഒരു ഗ്രിഡ് പേപ്പറിൻ്റെ പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബുക്ക് കുറച്ച് A4 സൈസ് ആയിരുന്നു, പക്ഷേ ഡെക്കറേഷന് കുറച്ച് ചെറുതായോ എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വലുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓവറായിട്ട് നിൽക്കുന്ന പോലെയും തോന്നുമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എങ്ങനെ മതി. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ 2025 എന്നുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വേറൊരു ഇതുമായി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷെ അത് അതിമേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പോൾ മാച്ചായില്ല. അപ്പം ഞാൻ അതിനെ ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് സർക്കിൾ ഷേപ്പിൽ വരുന്ന സ്റ്റിക്കേഴ്സും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഉണ്ടെങ്കിലേ അങ്ങോട്ട് പൂർണ്ണമാവുള്ളൂ എന്നുള്ളൊരു തോന്നലാണെന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ എൻ്റെ 2025 പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ജേർണലും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെയൊക്കെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഡിസൈൻസ് ഒക്കെ അതിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇതിനി കാണുമ്പോൾ ബോർ അടിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം അതിൽ ഞാൻ കുറച്ച് റാൻഡം ആയിട്ടുള്ള ക്ലിപ്സ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് മൊത്തം അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് അതായത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്തു എന്ന് കാണിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കൊരു സംശയമുണ്ട്, ഇനി നിങ്ങൾക്ക് സെയിം ഡിസൈൻസിന് ഇനി എന്നെ കാണുമ്പോൾ ബോർ അടിക്കുമോ എന്നുള്ളത്. ഇനി ബോർ അടിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഏകദേശം കവർ പേജ് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ബൂജോ എന്നുള്ളതും കൂടെ എഴുതി ഒട്ടിക്കണം. അതിനി ലാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മളെ ബുള്ളറ്റ് ജേർണൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ 2025 ന്യൂ ഇയർ ന്യൂ ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എഴുതി കൂട്ടിക്കണം. ഞാൻ ഓൾറെഡി പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒക്കെ ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എവിടേക്കാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ പേജ് കഴിഞ്ഞ് സെക്കൻഡ് പേജിൽ നമ്മുടെ വിഷൻ ബോർഡ്, ഞാൻ വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വിഷൻ ബോർഡിൻ്റെ ഒരു ഫോട്ടോ ഇതുപോലെ, അതായത് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം വിഷൻ ബോർഡ് റൂമിൽ ഉണ്ട് ഓൾറെഡി, പക്ഷേ നമ്മൾ ജേർണലും എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ. കാരണം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഡെയിലി നമ്മൾ ബുള്ളറ്റ് ജേർണൽ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു വിഷൻ ബോർഡ് ഇതിൽ ഒട്ടിച്ചു കഴിഞ്ഞാലും അതും നമ്മൾ ഡെയിലി കാണല്ലേ. അപ്പോൾ നമ്മുടെ വിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീണ്ടും കാണാമല്ലോ. റൂമിൽ നമ്മളെപ്പോഴും കാണുന്നുണ്ടെങ്കിലും ബുള്ളറ്റ് ജേർണലും കൂടെ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ വിഷൻ ബോർഡ് അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂജോ എന്നുള്ളത് ഇതുപോലെ ആദ്യം ബുള്ളറ്റ് ജേർണലൊന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഈ റൗണ്ട് സ്റ്റിക്കർ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി ഈ ചതുരവും ത്രികോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ കട്ടറുമ്പോൾ സുഖമായിട്ട് കട്ട് ചെയ്ത് പോകും. പക്ഷേ ഇത് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്യണമല്ലോ. എനിക്കാണെങ്കിൽ പൊതുവേ ഈ വട്ടം, അതായത് വൃത്തവും ഞാനും തമ്മിൽ അത്ര വലിയ നല്ലൊരു ബന്ധത്തിലല്ല. എപ്പോൾ കട്ട് ചെയ്യുമ്പോഴും വൃത്തികേടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ബൂജോ എന്ന് മാത്രം മതി. ബുള്ളറ്റ് ജേർണലിൽ നിന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആർഭാടായിരിക്കും. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാമ്പ് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ഞാൻ എപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെയ്യും. വളരെ അപൂർവമായിട്ടാണ് എനിക്ക് റെഡി ആയിട്ട് കിട്ടാറുള്ളത്. ഇത് ഞാൻ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ താഴെ കൂടെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ തന്നെ ആയിരിക്കും സ്റ്റാമ്പ് ചെയ്യുക. എന്നാലും കാണാൻ ശരി. ഇപ്പം തന്നെ കണ്ടില്ല ഞാനത് സ്റ്റാമ്പ് ചെയ്തത് ചെറിഞ്ഞ്. പിന്നെ എനിക്ക് തോന്നി എന്തിനാണോ ഞാനത് സ്റ്റാമ്പ് ചെയ്യാൻ നിന്നത്. ഞാൻ വിചാരിച്ച സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല ആ ഡേറ്റ് മുതൽ അങ്ങോട്ട് കറക്റ്റായിട്ട് എന്നുള്ള രീതിക്കൊക്കെ ചിന്തിച്ചിട്ടാണ് അത് സ്റ്റാമ്പ് ചെയ്തത്. പക്ഷെ അത് 8ന് മൂഞ്ചി പോയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി അടുത്തത് നമ്മുടെ മൂന്നാമത്തെ പേജിൽ ഇതുപോലെ 2025, പിന്നെ 2025 എന്തൊക്കെ റെസൊല്യൂഷൻസ് ആണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് A4 സൈസിൽ വരുന്ന പേജസ് ആയതുകൊണ്ട് നമുക്ക് ഒരു പേജിൽ തന്നെ ഒരു 3-4 സ്പ്രെഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇത് ക്യാരി ചെയ്ത് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനങ്ങനെ എപ്പോഴും ബുള്ളറ്റ് ജേർണൽ എല്ലായിടത്തേക്കും ഒന്നും കൊണ്ടുപോകാറൊന്നുമില്ല. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമല്ലാന്ന് തോന്നുന്നു. ചില ആൾക്കാരൊക്കെ ബുള്ളറ്റ് ജേർണൽ തന്നെ ഒരുപാട് സ്പ്രെഡ്സ് ആഡ് ചെയ്യുന്നവരുണ്ടാകുമ്പോൾ അവർക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ
വേണ്ടിയിട്ട് എപ്പോഴും അവരുടെ കയ്യിൽ വേണ്ടി വരും ബുള്ളറ്റ് ജേർണൽ. അപ്പോൾ അങ്ങനത്തെവർക്ക് ഈ ഒരു ബുക്ക് ഓക്കെ ആവും എന്നുള്ളത് എനിക്കറിയില്ല. എന്നെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാണ്ട് കൊണ്ടുപോകാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെസൊല്യൂഷന് താഴെയായിട്ട് പിന്നെ ഗോൾസ് എഴുതാനും പിന്നെ ഈ ഇയറിൽ വരുന്ന അച്ചീവ്മെൻറ്റ്സ് എഴുതാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇയറിൽ അച്ചീവ് ചെയ്യാനുള്ള ഗോൾസിൻ്റെ സ്പേസ് ആണ് കേട്ടോ അത്. പിന്നെ വരുന്നത് ഈ ഇയറിലുള്ള അച്ചീവ്മെൻറ്റ്സ്. പിന്നെ ഗോൾസിന് അടുത്തായിട്ട് ഈ വർഷത്തിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടും എഴുതാനും കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എഴുതാതിരിക്കുക. ഗോൾസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കുറച്ച് മാത്രം എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മാക്സിമം അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈയെങ്കിലും ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ജേർണലിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജാനുവരിക്കുള്ള സ്പ്രെഡാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ബുള്ളറ്റ് ജേർണലിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ വർഷത്തെ ബുള്ളറ്റ് ജേർണൽ ഞാൻ ചെയ്തു പോകുന്നത്. അതിന് ഈ ഗ്രിഡ് നോട്ട്ബുക്ക് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ വേറെ രീതിക്ക് ട്രൈ ചെയ്തോക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് A4 സൈസിൽ വരുന്ന ബുക്കാണ്. അപ്പോൾ നമുക്ക് ഒരു പേജിൽ തന്നെ ഒരു 3-4 സ്പ്രെഡ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ കവർ പേജും പിന്നെ ജാനുവരിയിൽ എന്തെങ്കിലും അതായത് നമുക്ക് ഏതെങ്കിലും ഡേറ്റിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ഓർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കോളങ്ങൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 സ്പ്രെഡ്സ് ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജാനുവരിൻ്റെ കവർ പേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പിക്ചേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബുള്ളറ്റ് ജേർണൽ ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു ബേജ് ബ്രൗൺ ആ ഒരു തീമിൽ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 പിക്ചേഴ്സ് ആണ്. ഒന്നൊരു പാൻ കേക്കും പിന്നെ ഒരു ബേറിൻ്റെ ഫോട്ടോ. രണ്ടും ബ്രൗൺ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കോളം വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുള്ളിലൊക്കെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബേക്കറി തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പാൻ കേക്കിൻ്റെ താഴെയായിട്ട് നമ്മുടെ ജാനുവരിത്തെ കാലണ്ടർ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊരു എസ്തറ്റിക്സിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അല്ലാണ്ട് കാലണ്ടർ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ചെയ്തതല്ല. ഇനി അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ജാനുവരി എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ ഞാൻ ജാനുവരി ഒന്ന് ഫുള്ള് കൊടുക്കുന്നില്ല, ജാൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആ കളർ എനിക്ക് എന്തോ ഒരു മാച്ച് ആവാത്ത പോലെ ഇങ്ങനെ തോന്നി. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ വെച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കളർ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അതുമൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് നമ്മുടെ ജാനുവരിയുടെ കവർ പേജ് വരുന്നത് കേട്ടോ. പിന്നെ ഓരോ കോളത്തിലും ഡേറ്റ്സ് എഴുതി കൊടുക്കുന്നുണ്ട്. 30 ദിവസങ്ങളാണല്ലോ ജാനുവരിയിൽ വരുന്നത്. അപ്പോൾ അതിങ്ങനെ എഴുതി പോവുകയാണ്. കാലണ്ടറിൻ്റെ ഓർഡറിലൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് അങ്ങനെ അതായത് കോളം വരച്ചിട്ട് അങ്ങനെ എഴുതി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജാനുവരിയുടെ കളർ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊരു ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് സ്പ്രെഡ് വരുന്നത്. ഇനി അടുത്ത സ്പ്രെഡിൽ അച്ചീവ്മെൻറ്റ്സും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്സും ആണ് കേട്ടോ. ഈ മാസത്തിലുള്ള അച്ചീവ്മെൻറ്റ്സും ഗ്രാറ്റിറ്റ്യൂഡ്സും ആണ് അതിൽ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ബുള്ളറ്റ് ജേർണലിൻ്റെ ഫസ്റ്റ് പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോസ് ഞാൻ 2 ദിവസം വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ന്യൂ ഇയർ ന്യൂ ഗോൾസ് എന്നുള്ളത് ഓൾറെഡി അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 2025 എന്നുള്ളത് ഞാൻ രാത്രി ഇരുന്നിട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യമായിട്ട് അങ്ങനെ ഫ്രണ്ട് പേജ് കുറേ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് ഇതുപോലെ ഇങ്ങനെ ആ ഒരു കളറിനോട് മാച്ചായിട്ട് വരുന്ന സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാതും ഈ ഒരു കളർ തീമാണ് വരുന്നത്. അതായത് ഈ ഒരു ബുള്ളറ്റ് ജേർണൽ മൊത്തത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ അടുത്ത പേജിൽ നമ്മൾ റെസൊല്യൂഷൻസും പിന്നെ ഈ ഇയറിലുള്ള ഗോൾസും പിന്നെ ഈ ഇയറിൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടെ സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷൻ ഫോർ 2025 വീഡിയോക്ക് വേണ്ടിയിട്ട് അവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഇതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ റെസൊല്യൂഷൻസും ഗോൾസും കാര്യങ്ങളൊന്നും എഴുതുന്നത് കാണിക്കുന്നില്ല കേട്ടോ. കാരണം അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അത് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം സെക്കൻഡ് പേജ് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ നമ്മുടെ വിഷൻ ബോർഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു പേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ചീവ്മെൻറ്റ്സും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്സും എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പ്രെഡ്. അപ്പോൾ ആ ഒരു സ്പ്രെഡാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം ഇതുപോലത്തെ ഒരു ലെസാക്ക് ആൻഡ് പേപ്പർ എന്നുള്ള നോട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു വൈറ്റ് എസ്തറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു പിക്ചറും പിന്നെ 2-3 സ്റ്റിക്കേഴ്സൊക്കെ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്പ്രെഡിൽ നമ്മൾ ഗോൾസും അതുപോലെ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പ്രെഡാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഗോൾസിൻ്റെ സെക്ഷനാണ് ഇത്. താഴെയാണ് ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. അപ്പോൾ അവിടെ ഒരു വൈറ്റ് എസ്തറ്റിക് ആ ഒരു തീമിൽ വരുന്ന ഡെക്കറേഷനാണ് ഗോൾസിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. താഴെ ടു ഡു ലിസ്റ്റിൻ്റെ അവിടെ ആയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ബുള്ളറ്റ് ജേർണലിൽ ടു ഡൂൻ്റെ സ്പ്രെഡ് ആഡ് ചെയ്യുമ്പോൾ ആ മന്തിൽ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു ടു ഡൂയിൽ എഴുതാനുള്ളത്. ഡെയിലി എഴുതുന്ന ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ട് വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമാണ് ഇതിലും എഴുതാനും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഒരു ഇത്ര സ്പേസ് മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബിൽസിൻ്റെ സൈഡ് പോർഷൻ അതും കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിൽക്ക് ഗ്ലാസിൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ബേക്കറി തീമിൽ വരുന്ന ഒരു സ്റ്റിക്കർ അതായത് ടു ഡൂയുടെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു സൈക്കിളും പിന്നെ ഒരു കുട്ടി നിൽക്കുന്നത്
അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു പപ്പിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഗോൾസ് എന്നുള്ളത് ഇതുപോലെ പ്രിൻ്റ് ഔട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ടു ഡൂവിൻ്റെ അവിടെ ഇതുപോലത്തെ സർക്കിൾ ഷേപ്പിൽ വരുന്ന സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാനും രണ്ടും രണ്ട് രീതിക്ക് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്നാലും എന്താ പറയുക, ഒരു വ്യത്യസ്തത ഉണ്ടാവില്ല കാണാൻ. മറ്റത് രണ്ടും ഒരുപോലത്തെ എഴുത്തുകളാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടു ഡു എന്നുള്ളത് ആദ്യം, ടു എന്നുള്ളത് ഈ ഒരു സൈഡിലും ഡു എന്നുള്ളത് താഴെ സൈഡിലായിട്ടാണ്. രണ്ടും രണ്ട് കളറിലുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഒട്ടിക്കുന്നത്. പിന്നെ ഒരു ജാമിൻ്റെ ഒരു കുപ്പി അങ്ങനത്തെ ഒരു സ്റ്റിക്കറും ആ സൈക്കിളിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്പ്രെഡിൽ ഹാബിറ്റ് ട്രാക്കറും പിന്നെ അതുപോലെ ബഡ്ജറ്റും പിന്നെ റിമാർക്സ്, ഈ മന്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും. അപ്പോൾ ഈ ഒരു 3 സ്പ്രെഡ്സാണ് ഈ ഒരു പേജിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട, സെൻറ്ററിൽ മതി എല്ലാത്തിനും കൂടെ ആയിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലത്തെ മുജിയുടെ ഒരു ലാബിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ റാൻഡായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ്, ഒക്കെ ഒരു ബേക്കറി തീമിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ ഒരു ബ്രൗൺ ആൻഡ് ബേജ് ആ ഒരു തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സൊക്കെ ആണ് ഒട്ടിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിൽ ഹാബിറ്റ് ട്രാക്കറും പിന്നെ അടുത്ത സൈഡിൽ പഠിച്ചിട്ട് താഴെ റിമാർക്സ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ ഹാബിറ്റ് ട്രാക്കർ ഞാൻ കൊടുക്കുന്നില്ല, ഹാബിറ്റ്സ് മാത്രം നാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എഴുതിയതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജേർണലിൻ്റെ ഫസ്റ്റ് പേജ് വരുന്നത് കേട്ടോ. 2025 ന്യൂ ഇയർ ന്യൂ ഗോൾസ്. പിന്നെ അടുത്ത പേജിൽ നമ്മുടെ വിഷൻ ബോർഡ്. ഇനി അതിൻ്റെ അടുത്ത പേജിൽ 2025ലേക്കുള്ള റെസൊല്യൂഷൻസ് കാര്യങ്ങൾ എഴുതണം, ഗോൾസ് എഴുതണം, പിന്നെ ഇയർലിക്ക് വേണ്ട ആ കാര്യങ്ങളും കൂടെ എഴുതണം. പിന്നെ അതിൻ്റെ അടുത്ത പേജിൽ അച്ചീവ്മെൻറ്റ്സ്, അതായത് ഈ വർഷത്തിലുണ്ടായിട്ടുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും എഴുതാൻ വേണ്ടിയിട്ട്. ഇത് ജനുവരിൻ്റെ സ്പ്രെഡാണ്. അപ്പോൾ ഈ സ്പ്രെഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്ത സ്പ്രെഡിൽ അച്ചീവ്മെൻറ്റ്സ് അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്സ്. പൊതുവേ മന്ത്ലി അച്ചീവ്മെൻറ്റ്സ് കുറേയൊന്നും എഴുതാനുണ്ടാവാറില്ല. ഗ്രാറ്റിറ്റ്യൂഡ്സ് ആണെങ്കിൽ പൊതുവേ ഒരുപാട് എഴുതാനുണ്ടാവാറുള്ളത്. ഇനി അടുത്ത പേജിൽ നമ്മൾ ടു ഡു ലിസ്റ്റും അതുപോലെ ഗോൾസും പിന്നെ ഇതിൽ ഹാബിറ്റ്സും ബഡ്ജറ്റ്സും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.